കേരളത്തിലെ പ്രശസ്തനായ സാഹിത്യകാരനാണ് എം മുകുന്ദൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. കേരളത്തിലെ ഏത് വിദ്യാർത്ഥികളും നമ്മളുടെ സമൂഹവുമെല്ലാം വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ഇപ്പോഴും നിരവധി വായനക്കാരുള്ളതുമായ ഒരു പുസ്തകമാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലെ സ്ഥലത്തെക്കുറിച്ചുള്ള വലിയൊരു ചരിത്രമാണ് ഈ പുസ്തകത്തിലൂടെ പറയുന്നത്. മയ്യഴിയുടെ ചരിത്രം, സ്ഥലം, അതിൻ്റെ സ്വത്വം എല്ലാം തിരയുന്ന ഒരു സമര ചരിത്രമാണ് ഈ പുസ്തകത്തിലൂടെ എം മുകുന്ദൻ വരച്ചു വെക്കുന്നത്. ഫ്രാൻസിൻ്റെയും ഇന്ത്യക്കുമിടയിൽ തൃശങ്കുവിൽ അവസ്ഥയിലായിപ്പോയ മയ്യഴി എന്ന സ്ഥലത്തിലേക്ക് പുതിയൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന് സ്ഥലത്തെ അങ്ങനെ മാറ്റി എഴുതിയ കഥയാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയിലെ ദാസനെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇന്നും എം മുകുന്ദൻ തൻ്റെ വിവിധ കുറിപ്പുകളിൽ കൂടി അയവിറക്കാറുണ്ട്. അദ്ദേഹം നിരവധി നോവലുകളും കഥകളും കവിതകളും എല്ലാം എഴുതിയിട്ടുള്ള ഒരു സാഹിത്യകാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് കേശവൻ്റെ വിലാപങ്ങൾ, ഡൽഹി ഗാഥ, ഹരിദ്വാറിൽ മണി മുഴങ്ങുന്നു, കുട നന്നാക്കുന്ന ചോയി, നൃത്തം ചെയ്യുന്ന കുടകൾ, ഒരു ദളിത് യുവതിയുടെ കഥനകഥ, കിളി വന്നു വിളിച്ചപ്പോൾ, ദൈവത്തിൻ്റെ വികൃതികൾ, നഗ്നനായ തമ്പുരാൻ, നൃത്തം, പ്രവാസം, രാവും പകലും, സീത, ദിനോസറുകളുടെ കാലം, ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ. അദ്ദേഹത്തിൻ്റെ നാടകമാണ് പ്രസിദ്ധമായ ഇരുട്ട്. ബാലസാഹിത്യ കൃതിയാണ് അപ്പം ചുടുന്ന കുങ്കിയമ്മ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ അല്ലെങ്കിൽ വായനക്കാരെ സ്വാധീനിച്ചിട്ടുള്ള കൃതികളിൽ ഒന്നാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന് പറയുന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: അനാദിയായി പരന്നു കിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ ഒരു വലിയ കണ്ണുനീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു. ആ തുമ്പികളിൽ ഒന്ന് ദാസനായിരുന്നു.